ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അനന്തൻ കാട് എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. മുരളി ഗോപിയുടെ തിരക്കഥി ജി എസ് നന്ദകുമാർ അണിയിച്ചിരിക്കുന്ന ചിത്രമാണല്ലോ അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമ. ടിയാൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൽ പൃഥ്വിരാജിനേക്കാൾ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ആ ഒരു സിനിമ അണിയിച്ചൊരുക്കിയ ടി എസ് നന്ദകുമാറും അതോടൊപ്പം തന്നെ ചിത്രത്തിന് തിരക്കഥ രചിച്ച മുരളി ഗോപി വീണ്ടും ഒന്നിക്കുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ മികച്ചൊരു ചിത്രം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മികച്ചൊരു പൊളിറ്റിക്കൽ എന്റർടൈനർ ആയിട്ട് ചിത്രം മാറുകയാണ്. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ ഇത്തവണ നമ്മുടെ ആര്യയാണ് നായകനായിട്ട് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ആര്യയുടെ ഒരു മാസ് പരിവേഷം തന്നെ ചിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വമ്പൻ താരനിര വരെ ചിത്രത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ തെന്നിന്ത്യയിൽ നിന്നും റജീന കസാൻഡ്ര അതോടൊപ്പം തന്നെ സുനില തുടങ്ങിയവരെത്തുമ്പോൾ മലയാളത്തിൽ നിന്നും വിജയരാഘവൻ അതോടൊപ്പം തന്നെ മുരളി ഗോപി, ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ പുറത്തു വന്ന ട്രെയിലറും ടീസറൊക്കെ നല്ല രീതിയിൽ ഒരു അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും അനന്തൻ കാട് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ സിനിമയുടെ ആദ്യ ഷോ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടതിന് ശേഷം വീണ്ടും നമ്മളൊരു മുഴുനീള റിവ്യൂകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ സിനിമ ഇന്ന് ആരൊക്കെയാണ് നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.